Okay, now propriety audit. പ്രൊപ്പറേറ്റി ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഗവൺമെൻറ് സ്ഥാപനങ്ങളിലും അല്ലെങ്കിൽ പബ്ലിക് ഇൻട്രസ്റ്റിനെ എഫക്റ്റ് ചെയ്യുന്ന ചില കാറ്റഗറി ഓഫ് ഓർഗനൈസേഷനിലാണ് നോർമലി നമ്മൾ പ്രൊപ്പറേറ്റി ഓഡിറ്റ് എന്ന് പറഞ്ഞ സാധനം നമ്മൾ കേൾക്കുക. ഓക്കെ, പ്രൊപ്പറേറ്റി ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ ഇറ്റ്സ് എൻ ഇൻഡിപെൻഡൻറ്റ് ആൻഡ് സിസ്റ്റമാറ്റിക് ഇവാലുവേഷൻ ഓഫ് അപ്രോപ്രിയേറ്റ്നെസ് ഓഫ് മാനേജ്മെൻറ്റ് ഡിസിഷൻ. അതായത് മാനേജ്മെൻറ്റ് ഡിസിഷനെ കുറിച്ചുള്ളൊരു ഇവാലുവേഷനാണ് ആക്ച്വലി എന്ത് നമ്മൾ ഈ ഒരു പ്രൊപ്പറേറ്റി ഓഡിറ്റിൽ നമ്മൾ ചെയ്യുന്നത് ഓൺ ദ ബേസിസ് ഓഫ് പബ്ലിക് ഇൻട്രസ്റ്റ്, ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ, ബിഹേവിയറൽ സ്റ്റാൻഡേർഡ്സ്. അതായത് മാനേജ്മെൻറ്റ് എടുക്കുന്ന തീരുമാനങ്ങൾ പബ്ലിക്കിനെ എഫക്റ്റ് ചെയ്യുന്നതാണോ, ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ ഉള്ള രീതിയിലാണോ അവർ തീരുമാനം, ചില പർച്ചേസുകൾ, ചില സെയിൽസുകൾ, അല്ലെങ്കിൽ ചില ആക്ടിവിറ്റീസ് ഇൻ ദ ഓർഗനൈസേഷൻ, അതൊക്കെ ചിലപ്പോൾ ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ അഗെയിൻസ്റ്റ് ആയിട്ടായിരിക്കും അല്ലേ. അങ്ങനെയുള്ള എന്തെങ്കിലും, അതായത് സാധാരണ നമ്മൾ ഫിനാൻഷ്യൽ ഓഡിറ്റിൽ നമ്മൾ ചെയ്യുന്നത് നമ്മൾ എന്താണ്, ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ ഉള്ള കാര്യങ്ങളൊക്കെ ആക്യുറേറ്റ് ആണോ നോക്കലാണ്. ഇത് ഈ പ്രൊപ്പറേറ്റി ഓഡിറ്റിൽ ഒന്നും കൂടെ കടന്നുകൊണ്ട് ആ ബുക്സ് ഓഫ് അക്കൗണ്ട്സിലുള്ള ആക്ടിവിറ്റീസ് എല്ലാം വേണ്ടതാണോ, എക്സ്പെൻസ് ഒക്കെ ഇൻകർ ചെയ്തിട്ടുണ്ടാവും, അതൊക്കെ ജെന്യുവിൻ ആയിരിക്കും, എല്ലാവരും സാങ്ഷനൊക്കെ ചെയ്തിട്ടുണ്ടാവും, പക്ഷേ ഈസ് ഇറ്റ് റിയലി നീഡഡ് എന്നുള്ള രീതിയിലുള്ള ഒരു ചെക്കിങ്, ഒരു പബ്ലിക് ഇൻട്രസ്റ്റിനെയും കൂടെ എഫക്ട്. നമ്മളെ ഫണ്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പം പ്രത്യേകിച്ച് ഗവൺമെൻറ് സ്ഥാപനങ്ങളിലോ അല്ലെങ്കിൽ പബ്ലിക് കമ്പനികളിലൊക്കെ നോർമലി പബ്ലിക് ഫണ്ടുകളും യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ യൂസേജ് പലപ്പോഴും അത് ഒരു പ്രോപ്പർ അല്ലാത്തൊരു ഡിസിഷൻ കാരണം ചിലപ്പോൾ ഫണ്ട് മൊത്തത്തിൽ വേസ്റ്റായി പോകുന്ന സാഹചര്യങ്ങളുണ്ടാവാം. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളെ കുറിച്ചും കൂടെയുള്ള സ്റ്റഡിയാണ് ആക്ച്വലി എന്ത് പ്രൊപ്പറേറ്റി ഓഡിറ്റ്. അപ്പം ഫിനാൻഷ്യൽ അക്യുറസിക്ക് അപ്പുറത്തേക്ക് അവരവിടെ ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ, അതുപോലെ തന്നെ പബ്ലിക് ഇൻട്രസ്റ്റിനെ എഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ, പിന്നെ ബിഹേവിയറൽ സ്റ്റാൻഡേർഡ്സ്, ഇതൊക്കെയാണ് എന്തെന്ന് അവരവിടെ ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് എൻ ഇവാലുവേഷൻ ആസ് ടു വെദർ ഡിസിഷൻ ഹാസ് ബീൻ അണ്ടർടേക്കൺ ഇൻ ട്യൂൺ വിത്ത് ദ അക്സെപ്റ്റബിൾ റൂൾസ്. അതായത് നമ്മളുടെ റൂൾസും സ്റ്റാൻഡേർഡ്സും പോളിസി ആൻഡ് ഡെലിഗേറ്റഡ് പവേഴ്സ് അതിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെയല്ലേ തീരുമാനങ്ങൾ എടുത്തതെന്ന് ചെക്ക് ചെയ്യലാണ് എന്ത് നമ്മളവിടെ ചെയ്യുന്നത്. അതേപോലെ തന്നെ നോർമലി നമ്മൾ ഇതിൻ്റെ ഒബ്ജക്റ്റീവ് നോക്കുകയാണെങ്കിൽ നമുക്ക് സാധാരണ ബാക്കിയുള്ള ഓഡിറ്റിൽ നമ്മൾ കാണുന്ന സെയിം ഒബ്ജക്റ്റീവ് ഒക്കെ തന്നെയാണ് നമുക്കിവിടെ കാണാൻ പറ്റുക. ഒന്നെന്താണ് ഈ സേഫ് ഗാർഡ് ഓഫ് അസറ്റ് സേഫ് ഗാർഡ് ചെയ്യുക എന്ന് പറയുന്ന അവരുടെ ഒരു ഒബ്ജക്റ്റീവ് ആണെന്ന് പറയാം. അതുപോലെ തന്നെ ചെക്ക് മിസ്അപ്രോപ്രിയേഷൻ ഓഫ് ഫണ്ട് മിസ്അപ്രോപ്രിയേറ്റ്. ഇപ്പോൾ ഗവൺമെൻറ് സ്ഥാപനങ്ങളൊക്കെ പലപ്പോഴും ഗ്രാൻഡും മറ്റുള്ള രീതിയിൽ സെൻട്രൽ ഗവൺമെൻറ് സ്റ്റേറ്റിലേക്കും സ്റ്റേറ്റിൽ നിന്ന് ലോക്കൽ അതോറിറ്റീസിലൊക്കെ ഫണ്ട് വരും അല്ലേ. അപ്പോൾ ഫണ്ടുകളൊക്കെ മിസ്അപ്രോപ്രിയേറ്റ് ചെയ്യുന്ന രീതിയിലൊക്കെ ആകുന്നുണ്ടോ എന്നുള്ള ചെക്കിങ് നമുക്ക് പ്രൊപ്പറേറ്റി ഓഡിറ്റിൽ നമ്മൾ ചെയ്യണം. അതുപോലെ തന്നെ മിസ് യൂട്ടിലൈസേഷൻ ഓഫ് ഡെലിഗേറ്റഡ് അതോറിറ്റി. നമുക്ക് ഒരു അതോറിറ്റി ഉള്ള ഒരാൾ അയാളുടെ ആ ഒരു അധികാരം ഉപയോഗിച്ചിട്ട് അയാൾ എന്ത് ചെയ്യുന്നു, ഫണ്ടുകൾ മിസ്യൂട്ടിലൈസ് ചെയ്യുന്നു, അല്ലെങ്കിൽ ആവശ്യത്തിനധികം ചിലവാക്കുന്നു, ഓക്കെ, എന്നൊക്കെയുള്ള രീതിയിലുള്ള കാര്യങ്ങൾ വരാം. ഓക്കെ, അപ്പോൾ അതൊക്കെ ഉണ്ടോ എന്നുള്ള ചെക്കിംഗ് ആണ് എന്ത് നോർമലി അവിടെ വരുന്നത് നമുക്ക് പറയാം. അതുപോലെ തന്നെ ഇൻക്രീസ് ദ പ്രൊഡക്ടിവിറ്റി ഓഫ് മാനേജ്മെൻറ്റിൻ്റെ പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യുക എന്നൊക്കെയുള്ളതാണ് എന്ത് ചെയ്യുന്നത് ഈ പ്രൊപ്പറേറ്റി ഓഡിറ്റിൽ നോർമലി ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ സാധാരണ ഒരു ഓഡിറ്റിൽ നമ്മൾ എന്താ ചെയ്യുക, ഇവാലുവേഷൻ ഓഫ് ഫൈനാൻഷ്യൽ ഇൻഫർമേഷൻ ആണെങ്കിൽ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ഒന്നും കൂടെ മാനേജ്മെൻറ്റ് ഡിസിഷനൊക്കെ ശരിയാണോ, എടുക്കുന്നതൊക്കെ പ്രോപ്പറായിട്ടാണോ എടുക്കുന്നത്, മിസ് യൂട്ടിലൈസേഷൻ ചെയ്യുന്നുണ്ടോ ഫണ്ടുകളൊക്കെ എന്നൊക്കെയുള്ളൊരു അഡീഷണൽ ചെക്കിങ് കൂടെ നമുക്കിവിടെ വരും. പ്രൊപ്പറേറ്റി ഓഡിറ്റ് എന്ന് പറയുന്ന ഒരു ഓഡിറ്റ് ലോകത്ത് പല രാജ്യത്തും സജീവമായിട്ട് നടക്കുന്നുണ്ടെങ്കിലും ഇന്ത്യയിൽ നമുക്കത് മാൻഡേറ്ററി അല്ല. ഇറ്റ് ഈസ് നോട്ട് എ സെപ്പറേറ്റ്ലി പ്രാക്ടീസ്ഡ് ഇൻ ഇന്ത്യയിൽ നമ്മളത് സെപ്പറേറ്റ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യുന്നില്ല. എന്നാൽ ഇതിൻ്റെ കുറേ കോൺസെപ്റ്റുകളുണ്ട്. പ്രൊപ്പറേറ്റി ഓഡിറ്റ് എന്ന് പറയുന്നതിൻ്റെ കുറേ പോയിന്റുകൾ നമ്മളുടെ നോർമൽ ഓഡിറ്റിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഹൗവർ കമ്പനീസ് ആക്ട്, കാരോ ആൻഡ് അതർ ലെജിസ്ലേഷൻസ് contain sufficient provisions that require performance of propriety audit in the conventional statutory audit. ഓക്കെ, കൺവെൻഷണൽ ആയിട്ടുള്ള നമ്മളെ സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റിൽ പ്രൊപ്പറേറ്റി ഓഡിറ്റിൻ്റെ കുറേ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള പ്രൊവിഷൻസ് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. മാനേജ്മെൻറ്റ് ഡിസിഷൻസുമായി ബന്ധപ്പെട്ടുകൊണ്ട് യൂട്ടിലൈസേഷൻ, ഇതിനൊക്കെയുള്ള ചില പ്രൊവിഷൻസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ നോർമൽ കൺവെൻഷണൽ ഓഡിറ്റിൽ നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ പ്രൊപ്പറേറ്റി ഓഡിറ്റ് ആസ് ഇറ്റ് ഈസ്, അങ്ങനെ ഒരു സെപ്പറേറ്റ് ഓഡിറ്റ് നമ്മൾ എന്ത് ചെയ്യുന്നില്ല ഒരു സ്ഥാപനത്തിലും ആസ് ഓഫ് നൗ ഇൻ ഇന്ത്യയിൽ ചെയ്യുന്നില്ല. ഓക്കെ.